പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനെ നോക്കൂ, അവരെന്താണ് ചെയ്യുന്നത്? BJP-യുമായിട്ട് ഒരു ധാരണയിലാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആക്രമിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ്. BJP politicians are caught with crores in their car. No action is taken against them. BJP-യുടെ രാഷ്ട്രീയക്കാരുടെ കാറുകളിൽ നിന്ന് കോടികൾ കിട്ടിയപ്പോൾ അവർക്കെതിരെ കേരള ഗവൺമെന്റ് ഒരു നടപടിയും എടുത്തില്ല. And please be very alert and notice this, that the Kerala Chief Minister's name has come up in many scams, but nowhere has Modi ji's government taken any action against നിങ്ങൾ him. വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് പല അഴിമതി കുംഭകോണങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നത് നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. Every other opposition leader is attacked, harassed, put into jail, cases are put on them, but not against the Chief Minister of Kerala. ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ നേതാക്കളെ, പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ എല്ലാം BJP വേട്ടയാടി അവരെ ജയിലിലിടുകയാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം ഒരു നടപടിയും BJP ഗവൺമെന്റ് എടുക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സംസാരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം.